ഹായ് ഹലോ ഹൗ ആർ യു ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ റംസാനിന് ഡെയിലി വ്ളോഗ് ഇടണം, 29-30 ദിവസവും ഞാൻ ഡെയിലി വ്ളോഗ് ഇടണം എന്ന് വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത വീഡിയോ ഉണ്ട്. അതായത് രാവിലെ എണീറ്റ് ഉഴുന്ന് വെള്ളത്തിലിട്ടു, ഇറച്ചി പുറത്തെടുത്ത് വെച്ചു. ബീഫായിരുന്നു ഫസ്റ്റ് ഡേ ഉണ്ടാക്കിയത്, അപ്പോൾ അത് പുറത്തെടുത്ത് വെച്ചു. പിന്നെ വൈകുന്നേരമാണ് സ്റ്റാർട്ട് ചെയ്തത് പണിയൊക്കെ. അപ്പോൾ ഞാനപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതെനിക്ക് നടന്നില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് വീഡിയോസ് കാണിക്കുന്നുണ്ട്. അതിൽ കൂടെ ഞാൻ ഈ റംസാൻ 29 ദിവസം എങ്ങനെയാണ് കടന്നു പോയതെന്നും കൂടി പറയാം. അപ്പോൾ ഫസ്റ്റ് ഡേ ഞങ്ങൾ ബീഫ് കറിയും പത്തിരിയൊക്കെ ആയിരുന്നു. അപ്പോൾ പത്തിരിക്കൊക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ബീഫ് ഇതേ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ റെഡിയാക്കി കുക്കറിലേക്ക് ഇടുകയാണ്. പിന്നെ ഇവിടെ എല്ലാ ദിവസവും ഉഴുന്നുവട നിർബന്ധമാണ്. നമ്മുടെ വീട്ടിൽ നോമ്പുറക്കുകയാണെങ്കിൽ ഉഴുന്നുവട നിർബന്ധമുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ മുട്ട പുഴുങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിൽ കാന്താരി ചമ്മന്തി വെച്ചിട്ട് മുട്ട കാന്താരി, പിന്നെ എന്തെങ്കിലും ഒരു ജ്യൂസ് ഉണ്ടാവും. പിന്നെ പത്തിരിയും ബീഫോ ഫിഷോ അങ്ങനെ എന്തെങ്കിലും. ഫസ്റ്റ് ഡേ തന്നെ ബീഫ് എടുത്തത്, അല്ലെങ്കിൽ ഫിഷൊക്കെയാണ്. അപ്പം ഫസ്റ്റ് ഡേ നമ്മൾ മുന്തിരിയാണ് ജ്യൂസ് അടിക്കുന്നത്. ഇവിടെ മുന്തിരി പുഴുങ്ങി ജ്യൂസ് അടിക്കാറില്ല. നമ്മൾ മുന്തിരി അങ്ങനെ തന്നെ മുന്തിരി വാങ്ങിച്ച് അങ്ങനെ തന്നെ കഴുകി ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതേ ഫസ്റ്റ് ഡേ നോമ്പ് തുറക്കാൻ വന്നിരിക്കുകയാണ് കണ്ടില്ലേ. മുട്ടയുടെ ഉള്ളിൽ കാന്താരി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. കാന്താരി ചമ്മന്തി, ഉഴുന്നുവട, പിന്നെ മോളുണ്ടാക്കിയത് മീറ്റ് ബോൾസ്. ഇത് രണ്ടാമത്തെ ദിവസം ഉഴുന്നുവടക്ക് പകരം തൈര് വട ആക്കി. അത് ഒരു കസിൻ്റെ വൈഫാണ് അതിൻ്റെ സ്പെഷ്യൽ റെസിപ്പി പറഞ്ഞു തരുന്നത് കേട്ടോ. ഇത് തേർഡ് ഡേ ആണ്. തേർഡ് ഡേ നമ്മൾ എന്തൊക്കെയാണ് ഫ്രൂട്ട്സ്, അന്ന് ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ആ വീഡിയോ എടുത്തത്. പിന്നെ മിനി പിസ്സാസും ഉണ്ടാക്കി, ഉഴുന്നുവട ഉണ്ടായി, മീറ്റ് ബോൾസും ഉണ്ടായിരുന്നു. അങ്ങനെ മൂന്നാമത്തെ ദിവസം കഴിഞ്ഞ് നാലാമത്തെ ദിവസം നമ്മൾ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു വീട്ടിൽ നോമ്പ് തുറ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഒരു ഗ്രൂപ്പായിട്ടുള്ളൊരു നോമ്പ് തുറയായിരുന്നു. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. നോമ്പ് എഴുന്നെന്തോ എൻ്റെ വീട്ടിലായിരുന്നു നോമ്പ് തുറ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് ഇത് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ തന്നെ വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങുന്നത്. പക്ഷേ പല ദിവസം നമുക്ക് അതിനുള്ള മൂഡ് വരില്ല, അങ്ങനെ വീഡിയോ എടുക്കില്ല. ഇതൊരു ദിവസം നമ്മൾ ഷവായി ചിക്കൻ പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടൊന്നാണ്. ചിക്കൻ ഭയങ്കര വലുതായിരുന്നു. അപ്പോൾ ഉള്ളിലേക്കൊക്കെ മസാല പിടിക്കാൻ വലിയതാക്കി പീസ് പിന്നെ വരഞ്ഞിട്ടൊക്കെയാണ് ചെയ്ത്. വാഴയിലയിൽ പൊതിഞ്ഞ് അലുമിനിയം ഫോയിൽ പൊതിഞ്ഞ് നമ്മൾ എയർ ഫെയറിലാണ് ചെയ്തത്. പക്ഷേ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നുണ്ട്, നല്ല മസാലയാണ്. ഇത് ആർക്കെങ്കിലും വേണം, ഈ മസാല വേണം, അതിൻ്റെ റെസിപ്പി വേണം എന്നുള്ളവർ താഴെ കമൻറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഇടാം കേട്ടോ. ഞാൻ ഇതിന് ഷോർട്സ് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ ഇട്ടിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഷോർട്സ് ഉണ്ടെങ്കിൽ അത് ഇട്ടിട്ടില്ല. ഞാൻ അടുത്ത ദിവസം തന്നെ ഇടാം കേട്ടോ ഷോർട്ട് വീഡിയോ, നിങ്ങൾ കാണണേ. അപ്പോൾ അതെ എയർ ഫെയറിൽ വെച്ചിട്ട് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു വാഴയുടെ ഒക്കെ മണമൊക്കെ വരുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആണല്ലോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ചിക്കൻ തിന്നു തീർക്കാൻ പറ്റിയില്ല, വലിയ ചിക്കൻ ആയതുകൊണ്ട്. അതുകൊണ്ടായിരുന്നുള്ളൂ പ്രശ്നം. അങ്ങനെ ഒരു ദിവസം സ്പെഷ്യൽ അതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളതിനെ സ്പെഷ്യൽസ് കാണുന്നത് മാത്രമൊക്കെ ഞാൻ ചെറിയ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് ഗഗാടെ മുതാപ്പാടെ വീട്ടിൽ നമുക്ക് എല്ലാവർക്കും കൂടി നോമ്പൂറ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ പിള്ളേരും മക്കളും പേരക്കുട്ടികളും എല്ലാവരും കൂടി ഉള്ളൊരു നോമ്പൂറയാണ്. ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നതാണ്. കാരണം നമുക്ക് പിള്ളേർ കുറേ പേരൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു വല്ലാത്ത സന്തോഷമാണല്ലോ നോമ്പൂറൊക്കെ ഇരിക്കുമ്പം. നോമ്പ് തുറയുടെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോമ്പ് തുറക്കുന്ന നേരത്തെ എല്ലാവരും ഒരുമിച്ചുണ്ടാവും. പക്ഷെ ബാക്കി എല്ലാ ഭക്ഷണങ്ങൾക്കാണെങ്കിലും നമ്മൾ ആണുങ്ങൾ കഴിക്കട്ടെ അല്ലെങ്കിൽ കുട്ടികൾ കഴിച്ചിട്ടൊക്കെയാണ് നമ്മളൊക്കെ ഇരിക്കുള്ളൂ. പക്ഷേ നോമ്പ് തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കുട്ടികളോട്ട് വലിയവരും എല്ലാവരും ഒരുമിച്ചിരുന്ന് നോമ്പ് തുറക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണല്ലോ. അപ്പോൾ അവിടെ ഇരുന്ന് നോമ്പ് തുറക്കുന്നതിൻ്റെ വിഷ്വൽസാണ്. എൻ്റെ ഫ്രണ്ടിലിരുന്ന് മോൻ ക്യാമറയും കൊണ്ടിരുന്നിട്ടുണ്ട്, അതുകൊണ്ട് എന്നെ നന്നായി ഫോക്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ കൂടുതൽ എന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവരും എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ റംസാനൊക്കെ എങ്ങനെ കഴിഞ്ഞു പോയെന്നും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും എങ്ങനെയായിരുന്നു, നിങ്ങൾക്കൊക്കെ എന്തൊക്കെയാണ് സ്പെഷ്യൽസ് ഉണ്ടായിരുന്നത്, ഡെയിലി എന്തെങ്കിലും സ്പെഷ്യൽസ് ഉണ്ടായിരുന്നോ? ഞങ്ങൾക്ക് ഡെയിലി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുട്ടക്കാന്താരിയും ഉഴുന്നുവടയാണ് ഡെയിലി ഉണ്ടായിരുന്നത്. ഈ 29 ദിവസത്തിൽ നമ്മുടെ വീട്ടിൽ നിന്ന് നോമ്പ് തുറന്ന് 10-23 ദിവസവും നമുക്ക് ഇത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഡെയിലി സ്പെഷ്യലായിട്ട് കേട്ടോ. പിന്നെ നമ്മൾ മാറി മാറി എന്തെങ്കിലും ഫ്രൈ ചെയ്യും, മീറ്റ് ബോൾസോ കട്ട്ലറ്റോ അല്ലെങ്കിൽ മറ്റേ ചീസ് ബോണ്ടേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറി മാറി ചെയ്യും. പിന്നെ ഇടയ്ക്ക് നമ്മൾ 2-3 ദിവസമൊക്കെ ഫ്രോസൺ സമൂസയും സ്പ്രിംഗ് റോളൊക്കെ വാങ്ങിച്ചിട്ട് പൊരിച്ചൊക്കെ ചെയ്തിരുന്നു കേട്ടോ. ഇത് കക്കാടെ കുഞ്ഞുമ്മാരുടെ വീട്ടിൽ നോമ്പ് തുറക്കാൻ പോയതാണ് കേട്ടോ. നമ്മളൊരു ദിവസം പോയിട്ടുണ്ടായിരുന്നു. അവിടെ 2 ആളുള്ളൂ. അപ്പം നമ്മളും ചെന്നപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഒരു ദിവസം ഞങ്ങൾ നോക്കുമ്പോൾ അവിടെ കുറേ സ്പെഷ്യൽസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെയതൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിയുന്നതിൻ്റെ പിന്നെ ഞങ്ങൾ നിസ്കാരം കഴിഞ്ഞ് വന്നിരുന്നിട്ട് കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ടാണ് പിന്നെ അടുത്ത ഭക്ഷണം കഴിച്ചത് കേട്ടോ. ഞങ്ങളിവിടെ ഡെയിലി നിസ്കാരം മഗ്‌രിബ് നിസ്കരിച്ച് കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞു. നോമ്പ് തുറന്ന് മഗ്‌രിബ് നിസ്കരിച്ചതിന് കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഒരു 9-9:30 ആകുമ്പോഴേക്കാണ് ഭക്ഷണം കഴിക്കുള്ളൂ. പത്തിരിയോ എന്തെങ്കിലും കറിയോ അങ്ങനെയൊക്കെയാണ്. ഇപ്രാവശ്യം ചോറ് അധികം ഉണ്ടായിരുന്നില്ല.
എവിടെയൊക്കെ പോകുമ്പോൾ മാത്രമാണ് ചോറുകൾ കഴിച്ചിട്ടുണ്ടായത്. ഒരു ദിവസം അയില റോസ്റ്റ് ചെയ്താണ് കേട്ടോ, നല്ല രസമുണ്ട്. ഞാൻ അയില റോസ്റ്റ് ആദ്യമായിട്ട് ചെയ്യണം. കാട്ട് കസിൻ പറഞ്ഞ റെസിപ്പിയാണ് ഇത്. ഇതേമാതിരി തന്നെ ഉപ്പാടൊരു കസിൻ്റെ വീട്ടിൽ നോമ്പുറക്കാൻ പോയതാണ്. അവിടെയും അവർ രണ്ടാളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർക്ക് നമ്മൾ ചെന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്ന് സംസാരം ഇതൊക്കെ ആയപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ അടുത്ത് തന്നെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്. അവിടെ എത്തിങ്ങാനയും അതുപോലെ തന്നെ അയവ കോളേജും എല്ലാം കൂടി ഉള്ളതാണ്. അപ്പോൾ അവിടെ ഒരു ദ്വാ സമ്മേളനം ഉണ്ടായിരുന്നു. അതായത് നോമ്പ് 25 രാവിൻ്റെ അന്ന് എല്ലാവരും മുസ്ലിങ്ങൾ അടിച്ചമർത്തണം, അങ്ങനെ ആക്കരുത് ഇങ്ങനെ ആക്കരുത് എന്നൊക്കെ പറയും തോറും പക്ഷേ പഠിച്ചവൻ മുസ്ലിങ്ങളുടെ ദർജ ഉയർത്തിക്കൊണ്ടേ ഇരിക്കുന്നുള്ളതിന് തെളിവാണ്. ഇത്രയും രാത്രി 3:30 വരെ ഞങ്ങളവിടെ ഇരുന്നിരുന്നു. അത്രയും ജനങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു വലിയൊരു എക്സാമ്പിളാണ് നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നത് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൽ കുഞ്ഞുമ്മാനെയും അതുപോലെ തന്നെ ഒരു മാമാനെയും നോമ്പുറക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നതാണ്. അമ്മായിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല. മാമയും കുഞ്ഞുമ്മയും ഞങ്ങളെല്ലാവരും കൂടി നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു നോമ്പ് കയറി തന്നെയായിരുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് വാപ്പച്ചിനെയും അമ്മച്ചിനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് രണ്ടാൾക്കും യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം വന്നില്ല. അവരോട് കുറേ ഞാൻ പറഞ്ഞു നോക്കി, പക്ഷെ അവർ വന്നില്ല. പിന്നെ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് അവരിപ്പോൾ നോമ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ പിന്നെ ഒരു ദിവസം വന്ന് നിന്നിട്ട് പോയി. അപ്പോൾ അങ്ങനെ നോമ്പ് ഞാൻ ഭക്ഷണത്തിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. അതായത് രണ്ടാമത് നോമ്പ് തുറക്കുന്ന സമയത്തുള്ള മാത്രം വീഡിയോസ് എടുക്കണുള്ളൂ. ഇതെല്ലാതും അങ്ങനെയായിരുന്നു. ഇത് പിന്നെ ഊരകത്ത് ഒരു സമൂഹ നോമ്പ് തുറ ഉണ്ടായിരുന്നു. അതായത് മുസ്ലിംസ് മാത്രമല്ല, നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു സമൂഹ നോമ്പ് തുറ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും നമ്മൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ആണ് ഇട്ടതും. ഇവിടെ രാത്രി 9-10 മണിക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് പിന്നെ തറാവീഹ് നിസ്കാരമൊക്കെ. തറാവീഹ് നിസ്കാരം രാത്രി ഒരു 11 മണിയൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ നിസ്കരിക്കാറുള്ള. പിള്ളേർ എക്സാമുള്ള ദിവസമാണെങ്കിൽ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ നിസ്കരിച്ച് 11 മണിയൊക്കെ ആകുമ്പോഴത്തേനും കിടക്കും. അല്ലെങ്കിൽ എക്സാം ഇല്ല, പിറ്റേ ദിവസം അവധിയൊക്കെ ആണെങ്കിൽ രാത്രി 11:30-12 മണിയൊക്കെ ആകുമ്പോൾ നിസ്കരിക്കാം. നിസ്കാരം കഴിഞ്ഞ് പിന്നെ കുറച്ച് പേരേക്ക് ഓതും, പിന്നെ ഉറക്കം വരുമ്പോഴേക്കാണ് കിടക്കും. അത്രേ ഉള്ളൂ. ഇത് ലാസ്റ്റ് നോമ്പിനാണ്. അപ്പോൾ ഇത്ര ദിവസത്തെയും നോമ്പുന്നവരുടെ വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ വീണ്ടും നല്ലൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ, താങ്ക് യു.